നേതാക്കളെ വിലങ്ങും മുഖംമൂടിയും ധരിപ്പിച്ച സംഭവം. KSU പ്രതിഷേധത്തിൽ വെല്ലുവിളിയും അസഭ്യവർഷവും. KSU നേതാക്കളെ വിലങ്ങും മുഖംമൂടിയും ധരിപ്പിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ വടക്കഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. SHO ഷാജഹാനെതിരെ നടപടി ആവശ്യപ്പെട്ടായിരുന്നു KSU പ്രവർത്തകരുടെ പ്രതിഷേധം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറാണ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വടക്കാഞ്ചേരി SHO ഷാജഹാന്റെയും കോലം കത്തിക്കുകയും ചെയ്തു. അതിനിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പൊതുയോഗത്തിൽ SHOയ്ക്ക് നേരെ ഭീഷണി ഉയർത്തി KSU നേതാവ് ഗോകുൽ ഗുരുവായൂർ രംഗത്തെത്തി. പോലീസിനെ വെല്ലുവിളിച്ചും SHOയ്ക്ക് എതിരെ അസഭ്യവർഷം നടത്തിയുമാണ് KSU നേതാവിന്റെ പ്രസംഗം. നീ എന്നെങ്കിലും ആ കാക്കി ഊരിയാൽ പൊന്നുമോനെ ഷാജഹാനെ, നീ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മുട്ടുകാൽ KSU കമ്മിറ്റി അടിച്ചൊടിക്കും. പിണറായി വിജയൻ വന്നു നിന്നാലും നിന്നെ പണിയും. അതിന് ഇനി 90 അല്ല 200 അല്ല, ജീവിതകാലം മുഴുവൻ ജയിലിലടയ്ക്കപ്പെട്ടാലും നിന്നെ വിടില്ല എന്നിങ്ങനെയായിരുന്നു ഗോകുലിന്റെ ഭീഷണി. SFI നേതാക്കളെ ആക്രമിച്ചത് കേസിൽ കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയ 3 KSU നേതാക്കളെ വ്യാഴാഴ്ച രാത്രിയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് അറ്റൂർ, കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം, ഒറ്റപ്പാലം കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹി അല്ലമീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു മുഖം മറച്ച് വിലങ്ങണിയിച്ച് നേതാക്കളെ കോടതിയിൽ കൊണ്ടുവന്നത്. പ്രതികളെ റിമാൻഡ് ചെയ്ത മജിസ്ട്രേറ്റ് നസീബെ, അബ്ദുൾ റസാഖ് എന്നിവർ എന്തിനാണ് ഇവരെ മുഖം മറിച്ച് വിലങ്ങണിയിച്ച് ഹാജരാക്കിയതെന്ന് ആരാഞ്ഞിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ ജിജേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.